അങ്ങനെ നമ്മൾ രാവിലെ പൂ പറിക്കാൻ പോവാം, ദൈവത്തിന് വയ്ക്കാം. ഇന്ന് ഒരുപാട് ലേറ്റ് ആയിരുന്നേ. വേറെ ഒന്നുമില്ല, അങ്കിൾ ആ ബാത്റൂമിലേക്ക് തിരിച്ചു. ഞാൻ ഇറങ്ങുന്നപ്പോൾ പുള്ളി എൻ്റെ സമയം കിട്ടും. പിന്നെ ഞാനവിടെ വെയിറ്റ് ചെയ്ത് മനുഷ്യർ. ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാ ദിവസവും കാണുന്ന അവരോട് ഗുഡ് മോർണിംഗ് പറയണ്ടേ. പൂ പറിക്കാൻ പോവുകയാണ്. ഈ വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. മണിയായിരുന്നേ. 8 മണിക്ക് എൻ്റെ ഏകദേശം പണിയൊക്കെ കഴിയേണ്ടതെന്നല്ല, പുറത്തുള്ള പൂച്ചകളുടെ കാര്യമൊക്കെ കഴിയേണ്ടതായിരുന്നു. പക്ഷേ മുരിങ്ങാപ്പൂ നിൽക്കുന്നു പറിക്കാനും. കഴിഞ്ഞ ദിവസം ഇതിനകത്ത് മുരിങ്ങാക്കായ ഉണ്ടായിരുന്നു. ഇതിൽ ഞാനത് പറിക്കാൻ വേണ്ടി പോയപ്പോൾ അതിൻ്റെ ഓണം മാസം മേളിൽ നിന്ന് കണ്ണുരുട്ടി കാണിച്ച് ഞാൻ നൈസായിട്ട് പോന്നേ. പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ആ കൊമ്പേ ഇല്ല, അത് വെട്ടിക്കളഞ്ഞവർ. എന്ത് മനുഷ്യരല്ലേ. എൻ്റെ അമ്മൂമ്മ ഇങ്ങനെ തന്നെയായിരുന്നു. അയൽവക്കത്തെ പിള്ളേര് കിളിക്കായെന്ന് പറഞ്ഞ സാധനം പറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ വെട്ടിക്കളഞ്ഞു. എന്താ പണ്ടത്തെ അക്കാത്ത കാര്യമൊക്കെ പറഞ്ഞ കാര്യമില്ല. മനുഷ്യൻ എന്താണ് പട്ടിയിട്ട് തിന്നില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കില്ലെന്ന്, അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്താ ഈ വീട് കണ്ടോ? വീട് വെറുതെ കിടന്ന് നശിഞ്ഞു പോണേ. അവർ മക്കളൊക്കെ ഓസ്ട്രേലിയയിൽ, അച്ഛനുണ്ടായിരുന്നു. അമ്മ മരിച്ച് അപ്പൻ ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് മക്കളുടെ അടുത്ത്. ഗുഡ് മോർണിംഗ്. എന്തോരം വീട്. പൂവൊക്കെ പറിച്ചുകൊണ്ട് രാവിലെ ഒരാൾ വരും, അങ്ങനെ പറിച്ചുകൊണ്ട് പോയി തോന്നുന്നു പൂവൊക്കെ. അപ്പോൾ എനിക്ക് പൂവൊന്നും കിട്ടാറില്ല. ഉണ്ട്, അതിലെ പൂവുണ്ട്. എൻ്റെ കമൻറ്റിന് പ്രശ്നമൊന്നേ. കഴിഞ്ഞ മെയിൻ ചാനലിനായിരുന്നു പ്രശ്നം. എന്നിട്ടിപ്പോൾ ഞാൻ പൂ പറിക്കട്ടെ. പൂ പറിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ എടുക്കാം. കുറേ ഉണ്ട് പൂക്കൾ. ഓക്കെ, അല്ലെങ്കിൽ പൂ പറിക്കലും വീഡിയോ എടുക്കലും കൂടി നടക്കത്തില്ല. ഞാൻ പറിക്കട്ടെ. കമൻറ്റ് ഇട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും കമൻറ്റ് നോക്കുമ്പോൾ കമൻറ്റ് കാണില്ല. അയ്യോ, അതൊരു തൊല്യം. കാരണം നമ്മൾ ഫുള്ളും വീഡിയോ കണ്ടിട്ടായിരിക്കും കമൻറ്റ് ഇടണം. അപ്പോൾ നമ്മൾ കമൻറ്റ് ഇട്ടില്ലെങ്കിൽ അവരോർക്കും ഇവരൊരായിരിക്കുന്നുണ്ട് കണ്ടോ, നമ്മൾ കണ്ടിട്ടില്ലെന്നല്ല വിചാരിക്കുള്ളൂ. എന്തൊരവസ്ഥ എന്നായിരിക്കണം. നമ്മുടെ സമയവും കളഞ്ഞ് നമ്മൾ കണ്ടിട്ട് അത് കാണാതെ പോകുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമില്ലേ, അതൊരു വിഷമം തന്നെ. ഫ്ലൈറ്റ് പോകുന്നുണ്ട്, നമുക്ക് എന്നാണ് ആ ഫ്ലൈറ്റിൽ കയറാൻ പറ്റുന്നത്. ആ ഫ്ലൈറ്റിലല്ലോ കാണുന്നോ? ഇല്ലല്ലേ, കാണുന്നില്ല. ഓക്കെ, 2 വർഷം കഴിയട്ടെ, ചോദിച്ചു നോക്കാം. 4 വർഷത്തെ കോൺട്രാക്റ്റാണ് അവർ പറഞ്ഞേക്കുന്നത്. 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ പോട്ടക്കാരൻ പിള്ളേരെ പഠിപ്പിക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ എന്താ അപ്പോൾ എൻ്റെ കമൻ്റ് ഒന്നും കാണാനില്ല. പിന്നെ ഞാൻ തന്ന ഒരാഴ്ചത്തൊക്കെ കമൻ്റ് ഇടാറുണ്ട്. എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലോട്ട് ആരും വരത്തില്ല. അതാണ് സങ്കടം. നമ്മൾ അവരെ പോയി എന്താണ് അവരുടെ ചാനലിൽ പോയി നമ്മൾ കണ്ടാലല്ലേ അവർ തിരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും നമ്മുടെ ചാനലിലൊന്നുമില്ല. പുറത്ത് മീൻസ് എന്താ പറയുക, യൂട്യൂബേഴ്സ് അല്ലാത്തവർ, യൂട്യൂബർമാർ തന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെന്നെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. കഷ്ടം. സാരില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് എന്തായാലും ഒരാഴ്ചത്തേക്ക് കമൻറ്റ് ഇടാതിരിക്കാം അല്ലേ. എന്താ ആകാശം വേഗം പോട്ടെ. ഇതാണ് അല്ലെങ്കിൽ ആൻ്റെ ഉറുപ്പിപ്പോൾ എന്തെടുക്കണമായിരുന്നു. മുരിങ്ങപ്പൂ ഉണ്ട്. ഇതുകൊണ്ടോ ഡേഞ്ചർ നാളിയാണ് എൻ്റെ മുന്നേ. പൂ പറിക്കണം. പൂ പറിച്ചിട്ട് മുട്ടിയിട്ട് ചിക്കി വയ്ക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി വിശേഷം ഇത്ര ഉള്ളൊന്നല്ല, വിശേഷമൊക്കെ ഉണ്ടാവും. കാരണം നേരം വെളുത്ത് തന്നെയല്ലേ, നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മുടെ വിശേഷങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ്. വിശേഷങ്ങളുണ്ട്, നേരം വെളുത്തുള്ള വിശേഷം ഇത്ര. പിന്നെന്താ, വർക്കിന് കയറണം, ജോലിക്ക് കയറണം. പിന്നെ ഒരു യന്ത്രം പോലെ 11 മണി വരെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടക്കാണ് വന്ന് കമൻറ്റ് ഇടുമ്പോൾ കമൻറ്റ് കാണാതെ പോകുമ്പോഴൊരു സങ്കടം ഒന്ന് ആലോചിക്കുകയൊക്കെ. നമ്മളിപ്പോൾ പണിയുടെ ഇടയ്ക്ക് വന്ന്
കഷ്ടപ്പെട്ട് കുക്ക് ചെയ്യുന്നു. അതാ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അതും ചെയ്ത് കമൻറ്റ് ഇട്ട് കഴിയുമ്പോൾ കമൻറ്റ് കാണാനില്ലെന്ന് പറയുമ്പോൾ ഒരു വിഷമമില്ലേ? അയ്യോ, ഇത്രയും വിഷമം വേറെ ഒന്നിനും ഉണ്ടാകത്തില്ല. അതാണ് ലൈഫിൽ ഏറ്റവും വലിയൊരു വിഷമം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ 11 മണി 11:30 വരെ ഇങ്ങനെ എന്താ പറയുക, ഒരു മെഷീൻ പോലെ ഇങ്ങനെ കറങ്ങി നടക്കും. അത് താണ്ട നമ്മുടെ ലൈഫ്. എന്തെങ്കിലാവട്ടെ അല്ലേ. ഇവിടെ ഒത്തിരി പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് പറിക്കാം. ഓക്കെ, പൂ കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ട്, അല്ലെങ്കിൽ മുരിങ്ങയിലും പരിപ്പും കൂടി വെച്ചാലോ, അങ്ങനെ വയ്ക്കാം. എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. ഗ്യാരണ്ടി വരുന്നു. അപ്പോൾ ശരി, വീടെത്തി. ഓക്കെ, ബൈ, സീ യു.